മാമലക്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്മാർട്ട് സ്കൂൾ പദ്ധതിയുടെ ഉദ്ഘാടനവും പരിസ്ഥിതി ദിനാചരണവും നടത്തി. HDFC ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയായ HDFC ബാങ്ക് പരിവർത്തൻ സമഗ്ര ഗ്രാമ വികസന പദ്ധതിയിലൂടെ MH സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ നിർവഹണത്തിൽ നടപ്പിലാക്കിയ സ്മാർട്ട് സ്കൂൾ പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഇന്നിപ്പോൾ നമ്മൾ 9 വർഷക്കാലത്തിന് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ വലിയ മാറ്റമാണ് ഈ രണ്ട് മേഖലയ്ക്കൊക്കെ. നേരത്തെ ഒരുപാട് മുന്നേറ്റം കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഒരു ചുരുങ്ങിയ വർഷം കൊണ്ട് വലിയ മാറ്റത്തിന് വിധേയമായ ഒരു ഘട്ടം കൂടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി നാടിന്റെ എല്ലാ മേഖലയിലുമുള്ള വിദ്യാലയങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി, ഏതാണ്ട് 5000 കോടി രൂപയിലേറെ ഈ മേഖലയിൽ ചെലവഴിച്ചു ഇതിന്റെ ഭൗതിക സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി. ആ നിലയിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിലുള്ള വലിയ ഒരു കരുതൽ നീക്കിവെപ്പ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും ഹരിതകർമ്മ സേന അംഗങ്ങളും ചേർന്ന് സ്കൂൾ പരിസരത്തും റോഡരികിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷഹനാസ് KF വൃക്ഷത്തൈ നട്ടുകൊണ്ട് കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പ്ലാസ്റ്റിക് കൊണ്ടുള്ള മലിനീകരണം അവസാനിപ്പിക്കുക. 2018 നമ്മൾ ആദ്യമായിട്ട് ഈ പ്ലാസ്റ്റിക് എന്നുള്ള ഒരു മലിനീകരണത്തെ ഒരു പ്രമേയമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഓരോ വർഷം നമ്മൾ പലതും ആഘോഷിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഒരു മരം നടു, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ, അതായത് വായു മലിനീകരണം, ജലമലിനീകരണം. പക്ഷെ ഇന്ന് നമ്മൾ ഏറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള മലിനീകരണം. എറണാകുളം ജില്ലയിലെ 20 വില്ലേജുകളിലായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികളായ വാഴ കർഷകർക്ക് വിത്തും വളവും നൽകുന്ന പദ്ധതി, റംബൂട്ടാൻ കൃഷി, പച്ചക്കറി കൃഷി, കിണർ റീചാർജിംഗ്, അംഗൻവാടി സ്മാർട്ടാക്കൽ, സോളാർ സ്ട്രീറ്റ് ലാമ്പ്, ആട് വളർത്തൽ, തണ്ണിമത്തൻ, കണിവെള്ളരി ഗ്രൂപ്പ് കൃഷി, സ്മാർട്ട് സ്കൂൾ, ഇഞ്ചി, മഞ്ഞൾ, ചേന വിത്തുകളുടെ വിതരണം തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. കോതമംഗലം ബ്ലോക്ക് പരിധിയിൽ വരുന്ന 9 സ്കൂളുകൾ ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി ആകെ 14 സ്കൂളുകളിലായിട്ടാണ് സ്മാർട്ട് സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. സ്മാർട്ട് ക്ലാസ് റൂം, സ്മാർട്ട് ലാബ്, വാട്ടർ പ്യൂരിഫയർ തുടങ്ങിയ സൗകര്യങ്ങളാണ് സ്കൂളുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പ്രോജക്ട് കോർഡിനേറ്റർ സിജോ തോമസ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീത്, മെമ്പർമാരായ ബിജു, ഷീല രാജീവ്, ആലീസ് സിബി, കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് PN കുഞ്ഞുമോൻ, ഊരുമൂപ്പന്മാരായ രാഘവൻ കോരാളിയിൽ, മൈക്കിൾ, സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രസാദ് PC, PTA പ്രസിഡന്റ് പ്രസാദ് VD, MSSRF പ്രതിനിധികളായ മേഴ്സി പ്രസാദ്, ആദർശ് ലെവൻ, ഡിസ്റ്റൻ VP, അജിൻ വിൻസെന്റ്, മേരി സുമി, സുധീഷ് PB, ബെസി ടിറ്റോ, ജോസഫ് ആന്റണി, സൂര്യ രാഹുൽ, നിഷ സുധീർ, ജുബൈറിയ ഷാഹുൽ, രക്ഷാകർത്താക്കൾ, ജീപ്പ് ഡ്രൈവേഴ്സ്, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.